മുംബൈയിൽ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 20 വയസ്സുകാരൻ ആസിഫ് മൻസൂരി പിടിയിലായിരിക്കുന്നു. കൊലപ്പെടുത്തിയ ശേഷം കുട്ടിയുടെ മൃതദേഹം കെട്ടിടത്തിന്റെ പൈപ്പ് വേയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രിയാണ് 10 വയസ്സുകാരി കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും മനീഷ് ഐഷ മാത്യു ചേരുന്നു. മനീഷ്, രാജ്യത്തെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു. ഇപ്പോൾ അതിൽ പ്രതി പിടിയിലായിരിക്കുന്നു. എവിടെ നിന്നാണ് ഇയാൾ പിടിയിലായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, മുംബൈയിലെ മുംബ്ര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നിലവിലിപ്പോൾ ആസിഫ് എന്ന് പറയുന്ന 20 വയസ്സുകാരൻ പിടിയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച രാത്രിയാണ് 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തുന്നത്. കെട്ടിടത്തിൻ്റെ പൈപ്പ് വേയിലാണ് ഈ മൃതദേഹം കാണുന്നത്. സംഭവത്തെപ്പറ്റി പോലീസ് പറഞ്ഞത് ഇങ്ങനെയാണ്: തിങ്കളാഴ്ച വൈകുന്നേരത്തോടുകൂടി തന്നെ സ്കൂളിൽ വിട്ട് ട്യൂഷനൊക്കെ ശേഷം ഈ കുട്ടി വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിയതിന് ശേഷം അന്നത്തെ ഹോംവർക്കുകളൊക്കെ ചെയ്യാൻ മാതാപിതാക്കൾ പറയുന്നുണ്ട്. അവിടെ നിന്ന് തനിക്ക് ഇന്നൊന്നും പഠിക്കാനില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് പുറത്ത് കളിക്കാൻ പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വീട്ടുകാർ പൊക്കോളാൻ പറയുന്നു. അങ്ങനെ പുറത്ത് കളിച്ചതിന് ശേഷം 8ഓടുകൂടി തന്നെ മകൾ മടങ്ങി വരാത്തത് എന്തെന്നുള്ള കാര്യം അന്വേഷിച്ചപ്പോഴാണ്, അതായത് മകൾ 8:30 വീട്ടിലേക്ക് മടങ്ങി എത്തിയിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് കുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് എവിടെയാണ് എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കുന്നതിന് ശേഷമാണ് അപ്പോൾ അങ്ങനെ ഈ കുട്ടിക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന 11 വയസ്സുകാരനോട് മകളെ കണ്ടു എന്നുള്ള കാര്യം അന്വേഷിക്കുന്നു. അപ്പോൾ ഒരു ചേട്ടൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയി എന്നാണ് ഈ കുട്ടി പറയുന്നത്. തുടർന്നാണ് ഈ കുട്ടിക്കൊണ്ടുള്ള വ്യാപകമായ ഒരു അന്വേഷണം നടക്കുന്നത്. അങ്ങനെ ഒടുവിൽ ഈ പൈപ്പ് വേയിൽ കുട്ടിയുടെ മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ കുഞ്ഞിന് മധുരപലഹാരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നൽകിയാണ് ഇയാൾ പ്രലോഭിപ്പിച്ചത്. അങ്ങനെ മധുരപലഹാരങ്ങൾ നൽകി കുട്ടിയെ കൂടെ കൂട്ടിയതിന് ശേഷം ആളൊഴിഞ്ഞ സ്ഥലത്ത് എത്തി പീഡിപ്പിക്കുകയായിരുന്നു. ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷമാണ് ഈ മൃതദേഹം ഈ പൈപ്പ് വേയിൽ ഉപേക്ഷിച്ച് പോയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് ഇയാളിപ്പോൾ പിടിയിലായിരിക്കുന്നത്. പിടിയിലായതിന് പിന്നാലെ ഇയാളെ നിയമത്തിന് മുമ്പിൽ വിട്ടുകൊടുക്കാതെ തങ്ങൾക്ക് വിട്ടുതരൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഫ്ളാറ്റിനോട് ചേർന്ന് ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകളടക്കം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന അടക്കമുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ലക്ഷ്മി. മനീഷ് ഐഷ മാത്യു ആണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.